എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ മാസം തുടങ്ങിയിട്ട് പ്രൈസ് ആദ്യം നല്ലൊരു ബുള്ളിഷ് ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്തെങ്കിലും അതിന് ശേഷം പ്രൈസ് നേരെ താഴേക്കാണ് പോകുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാറ് തുടങ്ങിയതിന് ശേഷം താഴേക്ക് പോകുന്നതാണ് എല്ലാവർക്കും അതിശയം. നമ്മൾ ഓൾറെഡി നമുക്ക് ഈ മന്തിൻ്റെ നോക്കിക്കഴിയുമ്പോൾ തന്നെ അറിയാം, കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഈ 2022 ഇവിടെ കാണുന്നത് അല്ലേ. കുറച്ച് വർഷങ്ങളായിട്ട് പ്രൈസ് എന്താണ് നല്ല ബുള്ളിഷിലേക്ക് തന്നെ മൂവ് ചെയ്തുകൊണ്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഇതേപോലത്തെ ഒരു പുൾ ബാക്ക് നമ്മൾ കണ്ടിട്ടില്ല. ഇതേപോലത്തെ പുൾ ബാക്ക് കാണാത്തതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ക്യാൻഡിൽ വന്നത് ഇപ്പോഴാണ്. അതുകൊണ്ടാണ് അതേപോലത്തെ താഴേക്ക് മുകളിലേക്ക് എന്തോരം കയറുന്നു അതേപോലെ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മുകളിലേക്ക് എങ്ങനെയാണോ കയറി അതേപോലെ തന്നെയാണ് താഴേക്കും വീഴുന്നത്. ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുകളിലേക്ക് കയറുന്നതിൻ്റെ ഒരു 2 ഇരട്ടിയായിരിക്കും ചിലപ്പോൾ താഴേക്ക് വരാനുള്ള സാധ്യത. ചിലപ്പോൾ മുകളിലേക്ക് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരേ ക്യാൻഡിലാണെന്നുണ്ടെങ്കിലും ഇതിലിപ്പോൾ ഒരു മാസത്തിൽ എത്ര ആഴ്ച കൊണ്ടായിരിക്കും കയറിക്കണം. പക്ഷേ ഇതിലിപ്പോൾ 1-2 ആഴ്ച അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ടൊക്കെ ഇറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ വാറിൻ്റെ ഇത് ശരിക്കും പറഞ്ഞാൽ ഗോൾഡിൽ ഗുണം ചെയ്തില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഗോൾഡിൽ ഗുണം ചെയ്തിട്ടില്ല. പല നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബോണ്ടിലേക്കും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പോയത്. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഗ്യാസിന് വില കൂടിക്കൊണ്ടിരിക്കണേന് കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഗ്യാസിലേക്കും ക്രൂഡ് ഓയിലിലേക്കും ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിട്ട് വരാൻ സാധ്യത കൂടും. അപ്പോൾ ഓൾറെഡി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് വലിയ പ്രോഫിറ്റിൽ നിൽക്കണേണ്. അവർ വിചാരിച്ചതിൻ്റെ 100 ഇരട്ടിയൊന്നുമല്ല 4000% വരെ പ്രോഫിറ്റ് കിട്ടിയ പല ആൾക്കാരുടെയും കണ്ടായിരുന്നു. ഇത്രയും വലിയ വരുമാനം കിട്ടി നിൽക്കുന്ന ഇതിൽ ഇനി ഇത് വലിയതായിട്ട് കയറില്ല എന്ന് ആദ്യത്തെ വാറിൻ്റെ ടൈമിൽ നമ്മൾ കണ്ടു. ആദ്യം ഈ ഒരു ഗ്യാപ്പൊക്കെ വാർ തുടങ്ങുന്നു പറഞ്ഞത് കണ്ടെങ്കിലും വലിയ ബുള്ളിഷ് കണ്ടില്ല. അപ്പോൾ എല്ലാവരും അത് ഇതിൽ നിന്നുള്ള വരുമാനം അല്ലെങ്കിൽ ഇതിൽ നിന്ന് വിഡ്രോവൽ ചെയ്തിട്ട് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, മെയിനായിട്ട് ഇതേപോലെ ബോണ്ടുകളിലേക്കും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയ ബോണ്ടുകളിലേക്കും അതേപോലെ ക്രൂഡ് ഓയിലിലേക്കും ഗ്യാസിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഇതുകൊണ്ട് വലിയ ഗ്രോത്ത് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള അതിലേക്ക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഗോൾഡ് ഓൾറെഡി ഇത്രയും പ്രീമിയത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇനിയും കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, ഇനിയിപ്പോൾ 1 ലക്ഷം ആ റേഞ്ചിലൊക്കെ കുറേ നാൾ നിൽക്കാൻ സാധ്യത കൂടുതൽ. ആ സമയത്താണ് വാറ് വന്നത്. പക്ഷേ വാറ് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നില്ല. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഏറ്റവും വലിയ രീതിയിൽ വില കൂടി നിൽക്കുന്ന ഒരു വസ്തുവിന് ഇനിയും ചിലപ്പോൾ വില കൂടാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ ഗോൾഡ് നമുക്ക് ഡെയിലി വേണ്ട ഒരു സാധനമല്ല. പക്ഷേ ഗ്യാസ്, ക്രൂഡ് ഓയിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നിത്യോപയോഗത്തിന് വേണ്ടിയ സാധനങ്ങൾ. അപ്പോൾ അതെന്തായാലും ആൾക്കാർ എത്ര വില കൂടിയാലും വാങ്ങും. പക്ഷേ ഇത് അങ്ങനെയല്ല, ഒരു പീക്കിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ ആൾക്കാരുടെ ഡിമാൻഡ് എവിടെയാണോ അവിടേക്ക് പോകാനും അവിടേക്ക് ലാഭം ഉണ്ടാക്കാനും ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാലും മതി, ഒരു ഫണ്ടമെൻ്റൽ ആയിക്കോട്ടെ, ഒരു വലിയൊരു ന്യൂസ് വന്ന് ആ ന്യൂസിന് ബദലായിട്ട് ഏതെങ്കിലും ഒരു പെയർ പോസിറ്റീവോ നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ നിന്ന് നെഗറ്റീവ് ആണെങ്കിൽ വിഡ്രോവൽ അടിച്ച് പോസിറ്റീവ് ആയിട്ടുള്ളതിൽ അതിൽ കൊണ്ട് പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യും. നമ്മളൊക്കെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് 5 വർഷമോ 10 വർഷമോ അതിൽ കൂടുതൽ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും വളരെ ഷോർട്ട് ടൈമിൽ നമ്മൾ കണ്ടതിനേക്കാളും വലിയ പ്രോഫിറ്റ് എടുക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അവരിങ്ങനത്തെയുള്ള കാര്യങ്ങളിലൊക്കെ കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് വളരെ ക്വിക്കായിട്ട് അവരെന്ത് ചെയ്യും, ഇതിൽ നിന്ന് വിഡ്രോവൽ ചെയ്ത് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരെണ്ണത്തിലല്ല മൾട്ടിപ്പിൾ ഷെയർസ് ഉണ്ടാകും. അതിലെല്ലാത്തിലും കൊണ്ട് അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള പ്രോഫിറ്റിൻ്റെ ഇത്ര ശതമാനം അവർ ഇൻവെസ്റ്റ് ചെയ്യും. ചിലപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റിൻ്റെ 10% ഇൻവെസ്റ്റ് ചെയ്തതിലായിരിക്കും ചിലപ്പോൾ 100 ഇരട്ടി ലാഭം ഉണ്ടാകുന്നത്. ബാക്കി 90% ചിലപ്പോൾ ഡബിളോ അല്ലെങ്കിൽ ചെറിയ ഗ്രോത്ത് ഉണ്ടായാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അവർക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏതിലായിരിക്കും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവും. പക്ഷേ അവർ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ ശരിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗോൾഡിൽ ഇനി കയറാനുള്ള സാധ്യതയില്ല. ഇനിയിപ്പോൾ ഇതേപോലെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടിക്കഴിഞ്ഞാൽ അത് ആൾക്കാർ നിവർത്തിയില്ലെങ്കിലും വാങ്ങിച്ചിരിക്കും. ഇപ്പോൾ ഗ്യാസ് എത്ര രൂപ കൊടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും ബ്ലാക്ക് മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങുന്നത് അത്ര അത്യാവശ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലും വരുന്നത്. ഏതിലാണോ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ബൂമിങ് ഉണ്ടാകുന്ന അതിലായിരിക്കും നമ്മളടക്കമുള്ള ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സാധാരണക്കാരന് ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരെണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതിലൊരു 1000 ഇരട്ടി ലാഭം കിട്ടണമെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇൻവെസ്റ്റർ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 10 എണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരെണ്ണത്തിൽ എന്താ ഒരു 10 ഇരട്ടി ആയാൽ മതി. അവന് ബാക്കി 90 എണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്തത് നഷ്ടപ്പെട്ടാലും അതിൻ്റെ ഒരു 10 ഇരട്ടി ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ക്യാപിറ്റലിൻ്റെ, അതായത് ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൻ്റെ ഒരു 10 ഇരട്ടി പ്രോഫിറ്റ് ആ ഒരെണ്ണത്തിൽ നിന്ന് കിട്ടും. അതാണ് യഥാർത്ഥ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ എന്നോട് ചോദിച്ച ആളുകൾക്ക് ജസ്റ്റ് ഞാനൊരു
അവർക്ക് എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഗോൾഡിൻ്റെ നെക്സ്റ്റ് മൂവ്മെൻറ്റ്സ് ഉണ്ടാകും നമുക്ക് നോക്കാം. അപ്പോൾ ഇനിയും പല ആൾക്കാർ ചോദിക്കുന്ന ഗോൾഡ് താഴേക്ക് ഇനിയും വരുമോ, ഇനിയും കുറഞ്ഞ വിലക്ക് വാങ്ങാൻ പറ്റുമോ, പെങ്ങളുടെ കല്യാണത്തിന് സ്വർണ്ണം എടുക്കാനായിരുന്നു. ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ബെസ്റ്റ് പൊസിഷനാണ് ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,35,000 രൂപയൊക്കെ 30,000 രൂപയൊക്കെ വാങ്ങിച്ച ആളുകൾ ഉണ്ട് ഗോൾഡിൽ, മനസ്സിലായി, ഇഷ്ടംപോലെ ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ലാഭമല്ലേ. അപ്പോൾ അല്ല നിങ്ങൾക്ക് കല്യാണം ഉടനെ അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനെന്നുള്ള രീതിയിലാണെങ്കിൽ പോലും ഞാൻ ഗോൾഡിൽ ഇങ്ങനെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറയില്ല. ആവശ്യത്തിനുള്ള ആഭരണങ്ങൾ എടുക്കുക, കല്യാണമുള്ള ആൾക്കാർ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വാങ്ങുക. അല്ലാത്തവരൊന്നും ഒരുപാടൊന്നും കൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നിങ്ങൾക്ക് സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചധികം വാങ്ങുക, ഇനിയും താഴേക്ക് വരുമ്പോൾ വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കുക, ഇതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം, നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള അതിന് പ്രൈസ് ഇനി എങ്ങനെ ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ നോക്കാം. പ്രൈസ് നമുക്ക് മന്ത്ലി നോക്കുമ്പോൾ തന്നെ പ്രൈസ് ബുള്ളിഷ് തന്നെയാണ്, ബിയറിഷ് ഒന്നും അല്ല. അപ്പോൾ നമുക്ക് വീക്കിൽ നോക്കിക്കഴിയുമ്പോൾ 3 ആഴ്ചയായിട്ട് പ്രൈസ് ബിയറിഷിൽ വന്നെന്നും പറഞ്ഞ് ഒരിക്കലും പ്രൈസ് ബിയറിഷായെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ ഇവിടെ 3 ആഴ്ചയായിട്ട് പ്രൈസ് ബിയറിഷിലേക്ക് പോയിട്ട് പ്രൈസ് തിരിച്ച് കയറി വന്നു. ഈ ഏരിയയിൽ ഇത്രയുള്ള ക്യാൻഡിൽ തന്നെ സെയിം ക്യാൻഡിൽ തന്നെയാണ് ഇവിടെ, ഈ ഏരിയയിലുണ്ടായ അതേ ക്യാൻഡിൽസ് തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല, ഇതേ സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാൻ സാധ്യത ഉണ്ടോ എന്നല്ലേ നമുക്ക് നോക്കേണ്ടത്. നമുക്ക് ഉറപ്പായിട്ട് നോക്കാം. നമുക്ക് ഡേയിലേക്ക് വരാം. എന്താണ് മൺഡേയിൽ സംഭവിച്ചത്? മൺഡേയിൽ പ്രൈസ് ഇങ്ങനെ വന്നു നിന്നു, അതിനുശേഷം പ്രൈസ് ശരിക്കും പറഞ്ഞാൽ പ്രൈസ് 2 ദിവസമായിട്ട് ഇത്രയും വലിയ ക്യാൻഡിൽസൊക്കെ വന്നിട്ട് 2 ദിവസമായിട്ട് പ്രൈസിന് വലിയ റേഞ്ചൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ റേഞ്ച് ഇവിടെ മുതലാണ് പ്രൈസിന് വലിയ റേഞ്ചൊന്നും ഇല്ല, അത് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ്, ഒരു സാധനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുക അല്ലെങ്കിൽ അതിൽ നല്ല രീതിയിൽ ട്രേഡിങ് നടക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അതിന് ഡിമാൻഡില്ല. ആ ഒരു പൊസിഷനിലെ ആളുകൾക്ക്, അതിന് ഡിമാൻഡില്ലെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഗോൾഡിൽ താല്പര്യമില്ലെന്നല്ല, ആ ഒരു പൊസിഷനിലെ ആൾക്കാർക്ക് വാങ്ങാൻ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കൗണ്ടിലേക്ക് കൊണ്ടുവരും. അത് തന്നെയാണ് സംഭവിച്ചത്. നേരെ ഒരു 3 ദിവസമായിട്ട് പ്രൈസ് നേരെ എന്ത് ചെയ്യും? ഡിസ്കൗണ്ടിൽ നല്ലൊരു ഫാള് സംഭവിച്ചു. എവിടെ നിന്ന് സെല്ലിട്ടാലും പ്രോഫിറ്റ് കിട്ടുമായിരുന്നല്ലോ എന്ന് പല ആൾക്കാരും ചോദിക്കും. നിങ്ങളുടെ സെറ്റപ്പിൽ അങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും കയറുക. അല്ല നമ്മുടെ സെറ്റപ്പിലല്ല, നമ്മൾ അനാലിസിസൊക്കെ ചെയ്തിട്ട് അങ്ങനത്തെ ഒരു നല്ലൊരു സെറ്റപ്പ് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുക. നിങ്ങൾക്ക് ലാഭം കിട്ടിയില്ലെങ്കിൽ നഷ്ടമുണ്ടാകാതെ ആ സമയത്ത് നോക്കുക. എനിക്ക് നഷ്ടമുണ്ടായില്ല, എനിക്ക് ലാഭമുണ്ടായെന്ന് മാത്രമല്ല, കുറച്ച് ലാഭം ഉണ്ടായി, എന്നാൽ ഒരുപാട് ലാഭം ഉണ്ടായില്ല, കുറച്ച് ലാഭം ഉണ്ടായി, പക്ഷെ നഷ്ടമുണ്ടായില്ല. അതാണ് എന്നെ സംബന്ധിച്ച് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം. ലാഭം എടുത്തതല്ല, നഷ്ടമുണ്ടായില്ല. അപ്പോൾ നമുക്ക് 4 അവറിലേക്ക് വരാം. ഡെയിലി ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഡേയുടെ ഒരു ഹൈ പ്രയോറിറ്റി ഓർഡർ ഫ്ലോ ആയിരുന്നു, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഈ ഓർഡർ ഫ്ലോ ഹിറ്റ് ചെയ്താൽ ഈ ഹൈ ബ്രേക്ക് വന്നു, പക്ഷേ ആ ഹൈ ബ്രേക്ക് ചെയ്തില്ല. അതിൻ്റെ ഏകദേശം 70% വരെ പ്രൈസ് മൂവ് ചെയ്തിട്ട് താഴേക്ക് വന്നു. ഇനി നമ്മൾക്കിപ്പോൾ നിൽക്കുന്നത് എന്താണ്? ഈ ഒരു ഓർഡർ ബ്ലോക്കാണ്. ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഒരു 80% അവിടെ പോയിട്ട് പ്രൈസ് എന്ത് ചെയ്ത് താഴേക്ക് വന്നു. അപ്പോൾ ഒന്നെങ്കിൽ ഈ ലോ ലിക്വിഡേറ്റ് ചെയ്ത് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്നിട്ട് പ്രൈസ് തിരിച്ച് കയറാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിന്നും കയറാം. ചിലപ്പോൾ ഒന്നെങ്കിൽ ഈ ലോ എടുത്തു കഴിഞ്ഞ് ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ, നല്ലൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക? ലോങ് ടൈം ഹോൾഡ് ചെയ്യാനായിട്ട് മിനിമം 4-5 ട്രേഡുകൾ നിങ്ങൾ എടുത്തിട്ട് ഷോർട്ട് ടൈം ടാർഗറ്റും ലോങ് ടൈം ടാർഗറ്റുകളൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ 4 അവറിലേക്ക് വരാം. 4 അവറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നതെന്ന് നോക്കാം. 4 അവറിൽ വന്നു കഴിഞ്ഞാൽ 4 അവറിൻ്റെ ഒരു ഓർഡർ ബ്ലോക്കുകൾ, 4 അവറിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു 2 സ്ട്രക്ചറാണ് വരച്ചത്. ഈ 2 എണ്ണം വരച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ എടുത്തു പറഞ്ഞതാണ് ഇത് ഇൻറ്റേർണലാണ്, ഇത് റിയാക്ട് ചെയ്യാനുള്ള സാധ്യത ഇച്ചിരി കുറവാണ്. ഇത് റിയാക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇത് റിയാക്ട് ചെയ്യണമെന്നില്ല, ഇത് ചെറുതായിട്ട് റിയാക്ട് ചെയ്തു, പക്ഷേ റിയാക്ട് ചെയ്യാൻ സാധ്യത കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻറ്റേർണൽ ഓർഡർ ബ്ലോക്കുകൾ വരക്കുമ്പോൾ അതിൻ്റെ മെയിൻ ലോ ഏതാണ്? ഇതാണ് അല്ലേ. പ്രൈസ് അതിന് മുമ്പ് ഉണ്ടാക്കിയ ഏറ്റവും ഹൈയസ്റ്റ് ഹൈ ആകുമ്പോൾ ഇതാണല്ലോ. ഈ ലോയ്ക്ക് എന്ത് ചെയ്യുക? ഈ ഹൈനെ ബോഡി ബ്രേക്ക് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഇത് സ്ട്രോങ് ആവുള്ളൂ. ബിഗ് ബ്രേക്ക് നടത്തിയാലൊന്നും ഒരിക്കലും സ്ട്രോങ് ആവില്ല. അപ്പോൾ ബ്രേക്ക് ചെയ്യാത്ത ഈ ഇൻറ്റേർണലൊക്കെ എന്ത് സംഭവിക്കുക? ഫെയിലായി പോവുക. പക്ഷേ ഇനി വരാൻ പോകുന്ന ഈ ലോയ അങ്ങനെയല്ല. ഈ ഓർഡർ ബ്ലോക്ക് ഞാൻ ഡേയുടെ പറഞ്ഞില്ലേ, ഈ ഓർഡർ ബ്ലോക്ക് സ്ട്രോങ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേജർ ലോ ഇതാണ്, അതിൻ്റെ മേജർ ഹൈ ഇതാണ്. മേജർ ഹൈനെ ബോഡി ബ്രേക്ക് ചെയ്ത് പ്രൈസ് ഇത്ര ഹൈയിലേക്ക് പോയത് കൊണ്ട് തന്നെ പ്രൈസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു റാലി നമുക്ക് കാണാനുള്ള സാധ്യത കുറവാണ്. കൺഫർമേഷൻ വേണം. വിത്തൗട്ട് കൺഫർമേഷൻ എൻട്രി എടുക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് നേരെ 4 അവറിൻ്റെ OB ഉണ്ട്. ചിലപ്പോൾ ഡേയുടെ ഓർഡർ ബ്ലോക്കിൽ വന്നിട്ട് പോകാം, ചിലപ്പോൾ 4 അവറിൻ്റെ ഓർഡർ ബ്ലോക്കിലും വരാം, അല്ലെങ്കിൽ പ്രൈസ് നല്ല രീതിയിൽ വീഴുമ്പോൾ ഇതിലെല്ലാത്തിലും വന്നിട്ടും കയറിപ്പോവാം. പക്ഷേ ഇതെല്ലാം ഫെയിലായി കഴിഞ്ഞാൽ നിങ്ങൾ ബൈ എടുക്കാനായിട്ട് പോകുന്നത്, ലോങ് ടൈം ബൈ എടുക്കാനായിട്ട്, ഷോർട്ട് ടൈം നിങ്ങൾക്ക് എടുക്കാം, ലോങ് ടൈം ബൈ എടുക്കുന്നത് ഉചിതമല്ല. നിങ്ങളുടെ പ്രൈസ് വീണ്ടും താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓർഡേഴ്സൊക്കെ അവിടെ ഫെയിലാകുന്നതാണ് കാണാൻ പറ്റുന്നത്. പിന്നെ മാർക്കറ്റിൽ അത്രയും വലിയ ബൈയിങ് പ്രഷർ ഏതെങ്കിലും കാരണവശാൽ പുറത്തുനിന്നുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാൽ മാത്രമേ ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ നിന്ന് ബൈ ചെയ്യുള്ളൂ. അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓർഡേഴ്സ് ഫെയിലായി കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു പൊസിഷനിൽ നിന്ന്
പിന്നെ ബൈ എടുക്കുന്നതല്ല. നമ്മൾ വേണമെങ്കിൽ കുറച്ച് കയറി വരുന്നത് കാണാം, അതേ പടിക്ക് തന്നെ എന്ത് ചെയ്യാം, താഴേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ബിയറിഷ് മാർക്കറ്റ് ഈ ലോയൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറയാൻ പോകുന്നത് ഒരു ബിയറിഷ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാതെ ഞാൻ പറഞ്ഞ ഇതൊന്നും ബിയറിഷ് മാർക്കറ്റായിട്ട് ഞാൻ കാണുന്നില്ല എന്നല്ല പറയണ, ജസ്റ്റ് ഇത് 2-3 ഡേയ്സോ അല്ലെങ്കിൽ 1-2 വീക്സ് മാത്രം ഒരു ബിയറിഷ് മൂവ്മെൻറ്റിലേക്ക് വന്നതാണ് നമുക്ക്. അപ്പോൾ ഒരു ബിയറിഷ് റാലി നമുക്കിപ്പോൾ അടിയിലേക്ക് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ബിയറിഷ് റാലി നമുക്ക് താഴേക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഫെയിലായി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ 1 അവറിലേക്ക് വരാം. 1 അവറിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് 1 അവറിൽ പ്രൈസ് ഒരു ബിയറിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ് നമുക്ക് ലാസ്റ്റ് സ്ട്രക്ചറിലേക്ക് ഇട്ടിരിക്കുന്നത്. സ്ട്രക്ചർ വരക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നോക്കിയിട്ട് വരച്ചു, ഇതാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഐഡിയും എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയൊന്നും ഓർഡർ ബ്ലോക്കുകളൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഈ ലോ കണ്ടോ, ഈ ലോ ബോഡി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 അവറിലും ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടും. അതേപോലെ 4 അവറിൽ നമുക്ക് ഈ ലോയൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ലോ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാത്രം ആ പറയുന്ന ഓബികളൊക്കെ ഫെയിലാകാതെ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ലോങ് ടൈം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈം മാത്രം എടുക്കുക. സെല്ലിലേക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റികൾ യൂസ് ചെയ്യും. ഇപ്പോൾ മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെല്ലിലേക്ക് നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ആ സെല്ലിലേക്കുള്ള ഓപ്പർച്യൂണിറ്റികൾ യൂസ് ചെയ്യുക. ഇപ്പോൾ പലപ്പോഴും SMCയിൽ പല ആൾക്കാരും പറഞ്ഞാൽ ചേട്ടാ നമുക്ക് നല്ലൊരു എൻട്രി കിട്ടിയില്ലല്ലോ. ഇപ്പോൾ നമുക്കിവിടെ ഒരു 50 മിനിറ്റിൻ്റെ ഐഡിയം എടുത്തു. 50 മിനിറ്റ് ഐഡിയം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന ഓർഡർ ബ്ലോക്ക് ഒക്കെ ഇവിടെയാണ് വരുന്നത്. ഇവിടെ നോക്കിയാൽ 50 മിനിറ്റ് ഐഡിയം എടുത്തു, ഓർഡർ ബ്ലോക്ക് എവിടെയാണ്, മുകളിലുള്ളത്. നമുക്ക് എന്ത് ചെയ്യും, സെല്ല് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ട പാറ്റേൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയേ, ഈ ഒരു പാറ്റേൺ നമുക്ക് നോക്കിയാൽ പ്രൈസ് നേരെ താഴേക്ക് വന്നു, ഇവിടെ ഐഡിയം പോലെ എടുക്കുക, അത് പ്രൈസ് താഴേക്ക് പോകുന്നു. അതിനുശേഷം പ്രൈസ് വീണ്ടും താഴേക്ക് വന്നിട്ട് പ്രൈസ് എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് ഐഡിയം എടുത്ത് താഴേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഇല്ലാതെ തന്നെ പ്രൈസ് താഴേക്ക് ഇറങ്ങി. അപ്പോൾ ഈ ലോയിൽ നോക്കിയ പ്രൈസ് ഐഡിയം എടുത്ത് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഇല്ലാതെ പ്രൈസ് എന്ത് ചെയ്ത് താഴേക്ക് ഇറങ്ങി. സെയിം പാറ്റേൺ അല്ലേ ഇവിടെ കണ്ടത്, അതേ സെയിം പാറ്റേൺ തന്നെ ഇവിടെ വീണ്ടും പ്രൈസ് തന്നു. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ നോക്കിയ ഐഡിയം എടുത്തു, അല്ലെങ്കിൽ ഈ ഐഡിയമിൻ്റെ സെക്കൻഡ് ഐഡിയ നോക്കിയേ അവിടം വരെ അതിൻ്റെ ഹൈ എടുത്തിട്ടാണ് പ്രൈസ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അതേപോലെ തന്നെ ഈ നെക്സ്റ്റ് വരുന്നൊരു ഹൈ ആ ഏരിയ എടുത്ത്. അപ്പോൾ നോക്കുക, ചിലപ്പോൾ ഓർഡർ ബ്ലോക്കിലേക്ക് വരാനായിട്ടൊരു പാറ്റേൺ ആദ്യം തുടങ്ങിയിട്ട് സെക്കൻഡ് അത് ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് സെല്ലൊക്കെ നോക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പ്രൈസ് ഇങ്ങനെ വീഴുന്നുണ്ടല്ലോ, ഇപ്പോൾ ഇങ്ങനെ വീഴുമ്പോൾ ഐഡിയം എടുക്കാതെയാണ് വരുന്ന ഒരു ട്രേഡ്സുകൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അതിന് മുമ്പ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പ്രൈസ് ഈ ഇന്ത്യയിൽ പലപ്പോഴും ഐഡിയം എടുക്കാതെയാണ് പ്രൈസ് താഴേക്ക് ഇങ്ങനെ ഈ റേഞ്ചിൽ വീണുകൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പോൾ അത് തന്നെ ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ട്രേഡുകളൊക്കെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഐഡിയം എടുത്തിട്ട് നമുക്കിവിടെ ഒന്നെങ്കിൽ ഇവിടുത്തെ ഉള്ള ഏതെങ്കിലും ഡിസിഷൻ ഓബിയോ, ഇവിടെ ഡിസിഷൻ ഓബിയോ ഒന്നും കാണുന്നില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അതെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഐഡിയം എടുത്ത് കുറച്ച് പ്രൈസ് മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നൊരു പോയിൻ്റാണ് 0, 30, 60, 80, 100. അപ്പോൾ ഇവിടെ നോക്കിയ പ്രൈസ് ഈ ഒരു ബുള്ളിഷിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഹൈ എടുത്തിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കിയേ, 693. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ 1 അവറിൻ്റെ ക്യാൻഡിൽ 80ക്ക് മേലെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതെന്തെന്നാ 30 ആണ് അല്ലേ, 700 കഴിഞ്ഞിട്ട് 730 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പുൾ ബാക്ക് വരാനുള്ള ഒരു പൊസിഷന്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, ഞാൻ നോക്കിയിട്ടില്ല, എന്നാലും നമുക്ക് നോക്കുമ്പോൾ അറിയാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 880ക്കാണ്, 880ക്ക് വന്നു കേട്ടോ, 880ക്ക് വന്നു. പിന്നെ 60ക്ക് മേലിൽ പ്രൈസ് 1 അവറിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ 880 ഇവിടെ 730 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു പുൾ ബാക്കുള്ള ഒരു ഏരിയയാണ്. അവിടെ നിന്ന് തന്നെയാണ് പ്രൈസ് താഴേക്ക് പോകുന്നത്, അവിടെ നിന്ന് തന്നെയാണ് വീണ്ടും പ്രൈസ് താഴേക്ക് പോകുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കിയിട്ട് സെല്ലിൻ്റെ ഇപ്പം നമ്മൾ പഠിച്ച ഐഡിയം എടുത്തു, ഡിസ്നോബി വന്നു, ഓർഡർ ബ്ലോക്കിൽ വന്നു, ഓർഡർ ഫോയിൽ വന്നു, ലിക്വിഡിറ്റി എടുത്തു. ഇതല്ലാതെ നമ്മൾ പഠിച്ച പല കാര്യങ്ങളും, ഞാൻ പഠിച്ചിട്ട് വേസ്റ്റായിട്ട് യൂസ് ചെയ്ത് വെച്ച പല കാര്യങ്ങളും എനിക്കിപ്പോഴും ഓർമ്മയാണ്. എന്നെ സംബന്ധിച്ചൊന്നും ഞാനൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഒരു ദിവസം 4 മണിക്കൂർ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ 4 മണിക്കൂർ ട്രേഡ് എടുക്കാൻ വേണ്ടിയല്ല, ട്രേഡ് എടുക്കാൻ വേണ്ടി ഞാൻ ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എനിക്ക് എൻ്റെ ഒരു പൊസിഷൻ കിട്ടും. മോർണിംഗ് തന്നെ ഞാൻ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ഇന്നടുത്തുനിന്ന് എനിക്ക് ബൈ എടുക്കുക, അല്ലെങ്കിൽ ഇന്നടുത്ത് സെല്ല് എടുക്കുക, അല്ലെങ്കിൽ ഇന്നത് റിസ്ക് ആണ്. അപ്പോൾ അതൊക്കെ വിട്ടിട്ട് ഞാൻ മാർക്ക് ചെയ്ത പൊസിഷനിൽ വരികയാണെങ്കിൽ മാത്രം അതാണ് ഞാൻ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിലേക്ക് ഇടുന്നത്. അതുകൊണ്ടാണ് മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ 80% മേളിൽ ആളുകൾക്ക് റിസൾട്ട് ഉള്ളത്. അപ്പോൾ ഞാൻ അല്ലാതെ ഒരു ട്രേഡിന് വേണ്ടി നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആദ്യം കണ്ട ട്രേഡ് അല്ലാതെ പല ട്രേഡുകളും കാണും. അപ്പോൾ നമ്മൾ ട്രേഡ് കണ്ടതെന്ന് വെച്ചാൽ പ്രൈസ് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇതെടുത്തിട്ട് ഈ ഒരു പൊസിഷനിൽ നിന്ന് വരുമ്പോൾ ഇതേപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ വരുന്ന ഇതൊക്കെ സെല്ല് ചെയ്ത് ആകെ പ്രയാന്ത അവസാനം കിട്ടുന്ന നല്ല എൻട്രി നമ്മൾ ആദ്യം കണ്ടുപിടിച്ച എൻട്രിയിൽ കയറില്ല. എന്തുകൊണ്ടാണ്? നല്ല ലോസ് അടിച്ച് കഴിഞ്ഞു.
നമുക്ക് ക്ഷമയില്ല. നമ്മൾ ട്രേഡിന് വേണ്ടി മാത്രം. എന്നെ സംബന്ധിച്ച് അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ലാപ്ടോപ്പ് തുറന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം പഠിക്കും. ഇതിന് എങ്ങനെയൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ സ്ട്രക്ചറാണ് പ്രൈസ് താഴേക്ക് പോകുന്നത്, ഏതൊക്കെ സ്ട്രക്ചറാണ് പ്രൈസിനെ റിയാക്ട് ചെയ്യിക്കുന്നത്, ഏതൊക്കെ സ്ട്രക്ചറിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കിയിട്ട് എടുക്കുന്ന ട്രേഡുകളാണ്. അപ്പോൾ ആ ഒരു ട്രേഡിന് വേണ്ടി നമ്മൾ വെറുതെ നോക്കിയിരിക്കില്ല. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ട്രേഡുകൾ അവിടെ വരികയാണെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ. പിന്നെ നമ്മൾ കംപ്ലീറ്റ് ഇത് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ സമയം കണ്ടെത്തുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ട്രേഡുകളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ പ്രൈസ് ഇനി തിരിച്ച് കയറി വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് ഐഡിയം എടുത്ത് പ്രൈസ് വന്നു. പക്ഷേ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കും വീണ്ടും ഒരു ഐഡിയം എടുത്തു 80ക്ക് മേലിൽ 1 അവറിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ പ്രൈസ് നേരെ താഴേക്ക് വരും. ഇപ്പോഴായിട്ട് 80ക്ക് മേലെ ഓപ്പൺ ചെയ്തിട്ടും പ്രൈസ് എന്താണ് താഴേക്ക് പോരുന്നുണ്ട്. അതായത് ഈ ബൈ എടുക്കാൻ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണ് ആ ടെക്നിക്കലി യൂസ് ചെയ്യുന്നത്. പക്ഷേ നല്ല ബിയറിഷ് ആയതുകൊണ്ട് തന്നെ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് വന്നിട്ട് പ്രൈസ് കയറി പോകുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ ട്രാപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട്, എവിടെയൊക്കെ നല്ല എൻട്രി കിട്ടാനുള്ള സാധ്യതയുണ്ടൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള സെല്ലുകൾ എടുക്കാൻ നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ആ ഡേയുടെ 4 അവറിൻ്റെ 1 അവറിൻ്റെയൊക്കെ ബൈ എൻട്രിയും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയും എൻട്രീസാണ് നമ്മൾക്ക് നെക്സ്റ്റ് വീക്കിൽ കൂടുതലായിട്ട് കിട്ടാൻ പോകുന്നത്. ആ എൻട്രികളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞതിൽ 1-2 എൻട്രികൾ കിട്ടിയാൽ മതി നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റിൽ പോകാനായിട്ട്. അപ്പോൾ നല്ല പ്രോഫിറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ നല്ല ഡിസിപ്ലിൻ വേണം. അതുമാത്രമല്ല നല്ലൊരു ട്രേഡ് മാനേജ്മെൻറ്റും വേണം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ലോങ് ടൈം പൊസിഷനിൽ നിന്ന് വരുമ്പോൾ മൾട്ടിപ്പിൾ ട്രേഡ്, ഒരു ട്രേഡ് എടുത്തിട്ട് പാർഷ്യൽ ബുക്ക് ചെയ്യാമെന്ന് നോക്കിയിരിക്കരുത്. അവിടുന്ന് മൾട്ടിപ്പിൾ ട്രേഡ് എടുത്ത് മൾട്ടിപ്പിൾ ടാർഗറ്റ് വെക്കുക, കറക്റ്റായിട്ട് ബ്രേക്ക് ഈവനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല പ്രോഫിറ്റ് കിട്ടും. നമുക്ക് ബ്രിട്ടീഷ് പൗണ്ടിൽ നമുക്ക് കഴിഞ്ഞ വീക്കിൽ നമ്മൾ പറഞ്ഞ ഒരു ഡേയുടെ ഓർഡർ ബ്ലോക്ക് നല്ല റിയാക്ട് ചെയ്തു. പല ആൾക്കാരും നല്ല പ്രോഫിറ്റ് എടുത്ത് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് അല്ലേ. നമ്മൾ മന്തിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗോൾഡിൻ്റെ ശരിക്കും പറഞ്ഞാൽ നല്ല ബുള്ളിഷ് ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് പ്രൈസ് താഴേക്ക് വന്നു. പക്ഷേ ഇവിടെ ഒരു നല്ലൊരു ബിയറിഷ് ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്ത് പ്രൈസ് താഴേക്ക് പോന്നിട്ട് ഇപ്പോൾ റിയാക്ട് ചെയ്ത് നിൽക്കണേ. അപ്പോൾ നമുക്ക് വീക്കിലേക്ക് വരാം. വീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിനായിട്ടൊന്നും പറയാനില്ല. നമുക്കിവിടെ ഒരു ഇതുണ്ടെന്നും പറഞ്ഞ് നോക്കിയിട്ടൊന്നും കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈനെ വീക്ക് ബ്രേക്കാണ് നടത്തിയേക്കുക. അപ്പോൾ ഈ ലോയൊക്കെ ഒന്നും സ്ട്രോങ് അല്ല. ഇനിയും പ്രൈസ് ഇനിയും ബ്രിട്ടീഷ് പൗണ്ടിൽ ഒരു ബിയറിഷ് ട്രെൻഡാണ് വരാൻ പോകണമെങ്കിൽ താഴേക്ക് വരാൻ സാധ്യത ടെക്നിക്കലായിട്ട് കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് ഡേയിൽ നോക്കാം. ഡേ നമുക്ക് വീക്കും മന്തും എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ സ്ട്രക്ചർ എടുക്കുമ്പോൾ ഡേയും 4 അവറൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ ഇപ്പോഴത്തെ റിയാക്ഷൻ കൊണ്ടുപോകുന്നത് മെയിനായിട്ട് ഡേയും 4 അവറുമാണ്. അല്ലാതെ ലോവർ ടൈം അല്ല, അതേപോലെ ഹയർ ടൈം ഫ്രെയിം അല്ല. ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഏതെങ്കിലും പി ഒയിൽ വരുമ്പോൾ ഡേയിൽ നിന്നൊരു റിയാക്ഷൻ സംഭവിക്കുമെങ്കിലും മെയിനായിട്ട് കൊണ്ടുപോകുന്നത് ഡേയും 4 അവറൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. പല ആൾക്കാരും പറഞ്ഞതാണ് പല ഓർഡർ ബ്ലോക്കുകൾ ഇവിടെയൊക്കെ ഫെയിലായി പോയത് കൊണ്ട്. അത് പല ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഫെയിലായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് റിയാക്ഷനും കിട്ടില്ല, ഫെയിലായിപ്പോയി. നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നും സംഭവിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളിവിടെ നോക്കി, ഇവിടെ റിയാക്ട് ചെയ്തു നല്ല എൻട്രികളായിരുന്നില്ലേ. അപ്പോൾ നമ്മൾ ഇത്ര നല്ല എൻട്രികൾ കിട്ടി. നമുക്ക് ഇനിയിപ്പോൾ ബുള്ളിഷിലേക്ക് സ്ട്രക്ചർ ചേഞ്ച് ഓഫ് കാർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഐഡിയം എടുത്തു. പക്ഷേ വലിയ രീതിയിലുള്ള റിയാക്ഷനൊക്കെ നമുക്ക് തന്നു, ചെറിയ റിയാക്ഷനൊക്കെ തന്നു. പക്ഷേ നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ടൊന്നും പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ ഇവിടെ നിന്നൊരു ട്രേഡ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഡേയുടെ ഈ ഒരു പൊസിഷനിൽ പ്രൈസ് വരുന്നപ്പോൾ തന്നെ നമുക്കൊരു 4 അവറിൽ നല്ലൊരു കൺഫർമേഷൻ കിട്ടി അല്ലേ. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 4 അവറിൽ സിംഗിൾ ക്യാൻഡിൽ കിട്ടിയതോടെ നമുക്ക് ലോങ് ടൈം ഹോൾഡ് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് 4 അവറിൻ്റെ ഐഡിയം, സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് ഡിസിഷൻ ഓബി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ 4 അവറിൻ്റെ ഈ ഡിസിഷൻ ഓബിയിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞതാണ്, കഴിഞ്ഞ നമ്മുടെ അനാലിസിസ് പറഞ്ഞതാണ്, നിങ്ങൾ ഇവിടെ നിന്ന് ബൈ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന സെല്ലിങ് യൂസ് ചെയ്യാൻ 2 സൈഡിലേക്ക് നിങ്ങൾ നോക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് നമ്മളത് പറഞ്ഞിരുന്നു. കേൾക്കാത്ത ആൾക്കാർ ആ വീഡിയോ ഒന്നും കൂടി എടുത്തു കഴിഞ്ഞ വീക്കിലത്തെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് റിയാക്ഷൻ വന്ന സമയത്ത് നമുക്ക് ശരിക്കും നമ്മൾ ടാർഗറ്റൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെയുള്ള പല ലോവർ ടൈം ഫ്രെയിമിലത്തെ ടാർഗറ്റ് 50 മിനിറ്റിൽ പോയിട്ട് നമുക്ക് എടുക്കാം. ഇത് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്കിത് 50 മിനിറ്റാണ് 4 അവറിൽ നമുക്ക് ഇവിടെയൊക്കെ ടാർഗറ്റുകൾ കിട്ടി. പക്ഷേ നമ്മുടെ മെയിൻ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാതെ പ്രൈസ് മുകളിലേക്ക് പോയി നമ്മുടെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് അപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുകയാണെന്നുണ്ടായിരുന്നു. അതിനുശേഷം പ്രൈസ് ഈ ഒരു ഹൈയൊക്കെ എടുത്ത് പ്രൈസ് നേരെ താഴേക്ക് വന്ന സമയത്ത് നമ്മുടെ മെയിനായിട്ടുള്ള ട്രേഡ് ഡേയാണ്. ഡേയുടെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡേയിൽ തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ വേറെ ഒന്നും ഒരു സെക്കൻഡ് എൻട്രി പറയാനില്ല. നമുക്ക് നേരെ ഈ ഒരു 4 അവറിൻ്റെ സെറ്റപ്പ് വെച്ചിട്ട് നമുക്ക് നോക്കണമെങ്കിൽ 4 അവറിൽ എന്തെന്നാണ് ചോക്ക് കിട്ടിയിട്ടുണ്ടല്ലേ, ചോക്ക്, അതിനുശേഷം ഐഡിയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഡേയുടെ എൻട്രി നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്, ഒന്നെങ്കിൽ സിംഗിൾ ക്യാൻഡിലോ IFC ക്യാൻഡിലോ ബൈ എടുക്കും. സെക്കൻഡ് എൻട്രി എങ്ങനെയാണ്, ചോക്ക് വിത്ത് ഐഡിയ. അപ്പോൾ ചോക്കായി
ഐഡിയമായി OB ആയി, OBയിൽ വന്നില്ലേ, ഇപ്പോൾ ഫസ്റ്റ് റിയാക്ഷനേക്കാൾ ഹെവി അല്ലേ സെക്കൻഡ് റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിയാക്ഷൻ ഇതാണ്, ഇതെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ട്രേഡിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ 3 ട്രേഡുകളിൽ ഏതെങ്കിലും ഒരു ട്രേഡ് എടുത്താൽ തന്നെ നല്ല പ്രോഫിറ്റിൽ പോകാനുള്ള നല്ലൊരു സ്വിംഗ് ട്രേഡ് കിട്ടാവുന്ന നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഡേയുടെ OB ഇപ്പോഴും ആക്റ്റീവ് തന്നെയാണ്. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഈ ലോയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിയെടുക്കാം. അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഈ ഒരു ടാർഗറ്റ് നമ്മൾ എടുത്ത സമയത്ത് നോക്കിയേ, ഈ ഒരു 1 അവറിൻ്റെ OB ഒക്കെ റിയാക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും 1 അവറിൽ ഈ ഒരു OB ആണ് ഇത് ജസ്റ്റ് റിയാക്ട് ചെയ്തെങ്കിൽ ഈ പറയുന്ന 1 അവറിൻ്റെ എക്സ്ട്രീമിലുള്ള ആകെ ഒരു വിക്ക് OB നല്ല റിയാക്ഷനാണ് നമുക്ക് ഈ തന്നിരിക്കുന്ന അതേ റിയാക്ഷൻ തന്നെ തന്നിട്ട് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയ ഒരു എൻട്രിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ലോയൊക്കെ വിക്ക് ബ്രേക്ക് നടത്തണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ബൈ നോക്കാവുന്നതാണ്. അതേപോലെ നിങ്ങൾ സെല്ലിലേക്കുള്ള ഓപ്പർച്യൂണിറ്റികളും മിസ് ചെയ്യാതിരിക്കുക. നമുക്ക് നേരെ യൂറോയിസ്റ്റിലേക്ക് പോകാം. ഇപ്പോൾ കറൻസികളിലൊക്കെ പല ആൾക്കാരും നല്ലൊരു സ്വിങ് എടുക്കാൻ ആഗ്രഹിച്ചിട്ട് ഈ പ്രാവശ്യം കിട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് മെസ്സേജ് ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എല്ലാം നല്ല രീതിയിൽ നോക്കുക. പല ആൾക്കാരും ലോവർ ടൈം ഫ്രെയിം മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒന്ന് സ്വിങ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റികൾ കുറവാണ്. പക്ഷെ അവർ ചെറിയ ചെറിയ ട്രേഡുകൾ എടുക്കുകയും ചെറിയ ചെറിയ അനാലിസിസുകളും മാത്രം മനസ്സിലാക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് യൂറോയിസ്റ്റിയിലും നമ്മൾ നേരത്തെ ബ്രിട്ടീഷ് പൗണ്ടിൽ കണ്ട പോലെ നല്ലൊരു ബിയറിഷ് ക്യാൻഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഡേയിൽ എന്താണെന്ന് നോക്കാം. ഡേയിൽ നോക്കുമ്പോൾ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ അല്ലേ. ഇനി ഇതിൻ്റെ ഹൈ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സെല്ലൊക്കെ നോക്കാം കേട്ടോ. നമുക്ക് ഡേയിലേക്ക് വീക്കിൻ്റെ ഹൈ എടുക്കുമ്പോൾ നമുക്കൊരു സെല്ലൊക്കെ നോക്കാം. നമുക്ക് ഡേയിലേക്ക് വരുമ്പോഴത്തേക്കും ഡെയിലി ഒരു ചേഞ്ച് ഓഫ് കാർട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാലും ഈ സ്ട്രക്ചറിൽ നമുക്ക് ഈ ഐഡിയം എടുത്ത് ജസ്റ്റ് റിയാക്ട് ചെയ്തെങ്കിലും ഐഡിയ ഫെയിൽ. അതിന് ശേഷം വേറെ ഡിസിഷൻ OBയോ വേറെ ഫെയർ വാല്യൂ ഗ്യാപ്പുള്ള OBയൊന്നും ഇല്ല, വിക്ക് OBയാണ്. ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇത് ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിലും ബിയറിഷിലേക്ക് ചേഞ്ച് ആയെങ്കിലും ബിയറിഷിലേക്ക് ചേഞ്ച് ആയെന്നും പറഞ്ഞ് പ്രൈസ് ബിയറിഷിലേക്ക് തന്നെ മൂവ് ചെയ്യുന്നതല്ല. ഒരു നല്ല സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിയറിഷിലേക്ക് ചേഞ്ച് ആയിട്ട് വീണ്ടും ബിയറിഷിലേക്ക് ബ്രേക്ക് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാലാണ് പ്രൈസ് നല്ല ബിയറിഷ് എന്ന് പറയുന്നത്. പലപ്പോഴും ചേഞ്ച് ആയി കഴിയുമ്പോൾ സംഭവിക്കാൻ പോകണമെന്ന് തന്നെ വീണ്ടും പ്രൈസ് കയറി വീണ്ടും ബുള്ളിഷിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചേഞ്ച് ആയെന്ന് പറഞ്ഞാൽ 50% ചേഞ്ച് ആയേ ഉള്ളൂ. വീണ്ടും ഒരു പുതിയ ബ്രേക്ക് സ്ട്രക്ചർ വരുമ്പോഴാണ് നമുക്ക് ഏകദേശം ഇനി സെല്ലിലേക്ക് കൂടുതൽ എൻട്രികളെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 50% ബൈയിലേക്കും 50% സെല്ലിലേക്കുള്ള ഓപ്പർച്യൂണിറ്റികളാണ് തരുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ വരുന്ന OBയിൽ നിന്ന് ധൈര്യമായിട്ട് ബൈ ചെയ്യുകയും ഇവരുടെ ഐഡിയ ഒക്കെ നിങ്ങൾക്ക് ലോങ് ടൈം ടാർഗറ്റൊക്കെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇത് റിയാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ട്രേഡ് നോക്കാം, ഇവിടെ നിന്ന് ട്രേഡ് നോക്കാം. അതേപോലെ ബൈയിലേക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റികൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അല്ല മൺഡേ മാർക്കറ്റ് ഇതിൻ്റെ ഹൈ എടുത്തിട്ട് വീണ്ടും ഈ 1 അവറിൻ്റെ OBയിലൊക്കെ വന്നെയാണെങ്കിൽ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് യൂറോയിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് സെല്ല് നോക്കാവുന്നതാണ്. അതേപോലെ ബൈയിൽ കിട്ടുന്ന ചാൻസുകളും യൂസ് ചെയ്യുക. പക്ഷേ നമ്മൾ ഓസ്ട്രേലിയൻ ഡോളറും നമ്മൾ ബ്രിട്ടീഷ് പൗണ്ടും അതേപോലെ തന്നെ യൂറോയിസ്റ്റിൽ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നല്ലൊരു മൂവ്മെൻറ്റ്സ് നമുക്ക് തരുന്നുണ്ടായിരുന്നു. പക്ഷേ ഓസ്ട്രേലിയൻ ഡോളർ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ ഈ ഒരു മന്തിൻ്റെ ക്യാൻഡിൽ വന്നിട്ട് പ്രൈസ് ബുള്ളിഷിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ബിയറിഷിലേക്കുള്ള ഒരു പുൾ ബാക്ക് വരുന്ന ഒരു പൊസിഷനിൽ വന്നിട്ട് പ്രൈസ് നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ലേ. നമുക്ക് വീക്കിലേക്ക് നോക്കാം എന്താ സംഭവിക്കുക. നമുക്ക് ഒരു കുറച്ച് വീക്കുകളായിട്ട് ആ പൊസിഷനിൽ വന്നിട്ട് പ്രൈസ് എന്ത് ചെയ്യുന്നു ഇങ്ങനെ റെസിസ്റ്റൻസ് ചെയ്ത് നിൽക്കുക. നമുക്ക് ഡേ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ പ്രൈസിന് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഹൈ വരെ എടുക്കാതെയാണ് ആദ്യത്തെ അറ്റംപ്റ്റിൽ വന്നത്. വീണ്ടും ലോ ലിക്വിഡിറ്റി ഗ്രാബ് നടത്തി വീണ്ടും ഹൈ ലിക്വിഡിറ്റി ഗ്രാബ് നടത്തി ഇങ്ങനെ പ്രൈസ്. അപ്പോൾ ബ്രിട്ടീഷ് ഓസ്ട്രേലിയൻ ഡോളറിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈയിലേക്കും സെല്ലിലേക്കുള്ള ചെറിയ ചെറിയ ട്രേഡുകൾ പിടിക്കുക. ഇതേപോലെയുള്ള ചെറിയ ചെറിയ ട്രേഡ് ലോങ് ടൈം നിങ്ങൾ പിടിക്കാതെ നോക്കുക. അങ്ങനെ ലോങ് ടൈം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ അടിക്കാനുള്ള സാധ്യതയാണ്. പല ആൾക്കാരും അത് അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ട്രേഡുകൾ നമ്മൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി മാത്രമുള്ള ടൈമിൽ ഞാൻ ഗോൾഡിലും പറയാനുള്ളതാണ്, ആ ഓപ്പർച്യൂണിറ്റികൾ മാത്രം യൂസ് ചെയ്യുക. അല്ലാതെ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ നമ്മുടെ ഹാബിറ്റ് ലോങ് ടൈം ഹോൾഡ് ചെയ്യൽ എനിക്ക് ഇത്ര പിപ്പ് വേണം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. നമ്മൾ വെറുതെ ട്രേഡ് എടുത്ത് വെറുതെ അനാവശ്യമായിട്ട് ലോസ് ഉണ്ടാക്കി നമ്മുടെ ഇമോഷൻസൊക്കെ വർക്ക് ചെയ്ത് ആകെ ചളമാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു, ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലോങ് ടൈം ബൈ എടുത്ത് പോകുക, നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റി. പക്ഷേ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അതിനുള്ള സൈഡ് വേ ട്രെൻഡ് റേഞ്ചിൽ അതിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുന്നത് അതുമാത്രം ആക്കി ടാർഗറ്റുകളൊക്കെ മാറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീക്കും എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.